മാതാവിനെ ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്. എനിക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ സങ്കടം വരുമ്പോഴൊക്കെ രാത്രിയിലും പകലും എപ്പോഴും ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാനൊരു മാതാവിനെ സ്വപ്നം കാണുവാണ്. കടലിൽ നിന്ന് ഒരു മാതാവ് പൊങ്ങി വരുന്നതായിട്ട്. ഒരു തിരമാലയുണ്ട്, കടലിൽ നിന്നൊരു മാതാവ് പൊങ്ങി വന്നു. മാതാവ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. എന്നോട് ഇങ്ങനെ പറയുന്നു, ആലപ്പുഴയ്ക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തു, മായ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും അകലെയല്ലേ, ഒത്തിരി പൈസയൊക്കെ ആവൂലേ, അങ്ങനെ ഓർത്തിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈ മാതാവിനെ കണ്ടപ്പം ഈ അൾത്താരയിലെ മാതാവ് ഇതേ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ അമ്മ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇതേ കളറ്, ഇങ്ങനെ തിരമാല ഇതേപോലെ തന്നെ. അപ്പം എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു, ആൾ മരിച്ചുപോയി. ഒരുപാട് കടം ഉണ്ടായിരുന്നു ആ സമയത്ത്. 2 വണ്ടികൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീർക്കാനൊന്നും പറ്റാതെ ഒരുപാട് കടം, അല്ലാതെ ഈ വണ്ടിയുടെ തന്നെയല്ല, ഒരുപാട് കടകളുണ്ടായിരുന്നു. അത് ഒരു 4-5 ലക്ഷം രൂപയോളം വണ്ടിയുടെ തന്നെ കടം ഉണ്ടായിരുന്നു. 2 വണ്ടികളായിരുന്നു. അത് ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ വണ്ടി പണയം വയ്ക്കുമ്പം CC എടുക്കുമ്പോഴൊക്കെ ജാമ്യക്കാർ വേണം. അതിന് ഭർത്താവിനെ വിശ്വാസമുള്ള ഒരാൾ ജാമ്യം നിന്നു. അപ്പം CC മുടങ്ങിക്കഴിഞ്ഞപ്പം അവർ ജാമ്യക്കാരെ വിളിക്കാൻ തുടങ്ങി. ആൾ മരിച്ചുപോയ സ്ഥിതിക്ക് ഭാര്യയും മക്കളുമാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടത്. അപ്പം ജാമ്യക്കാരൻ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഒരുപാട് കടങ്ങളുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒരു വഴിയില്ല, ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല, ഈ കടബാധ്യത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഈ കടബാധ്യതയുടെ കാര്യമൊക്കെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് കേസ് കോടതിയിലായി. അപ്പോൾ കോടതിയിൽ നിന്ന് വന്ന പേപ്പറിന്മേൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉടമ്പടി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കാലത്തും വൈകിട്ടും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ തന്നെ ഒരു വണ്ടി ഏറ്റെടുത്ത് ആ കടബാധ്യത അങ്ങനെ പരിഹരിച്ചു.